ഗൈസ് അങ്ങനെ നമ്മൾ എയർപോർട്ടിനകത്ത് വന്നു. ഇനി എനിക്കൊരു ബാഗേജ് ഡ്രോപ്പ് ഓഫ് ഉണ്ട്. ഞാൻ ആക്ച്വലി ഒരു ബാഗ് കൂടെ എടുത്തു. യൂഷ്വലി ഞാൻ ക്യാരി ഓൺ മാത്രമേ എടുക്കാറുള്ളൂ. പക്ഷേ എങ്കിൽ കാൽഗറിൽ ആക്ച്വലി ടാക്സസ് ഒക്കെ ഒത്തിരി കുറവാണ്. ചിലപ്പോൾ ഒത്തിരി സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഈ ബാഗേജ് ഡ്രോപ്പ് ചെയ്തിട്ട് നമുക്ക് ഗേറ്റിലോട്ട് പോകാം. നമ്മുടെ ഗേറ്റ് 39 ഫ്ലൈറ്റ് ഓൺ ടൈമാണ് ഗൈസ്. അങ്ങനെ ഗൈസ് ബാഗേജ് ഒക്കെ നമ്മൾ ഡ്രോപ്പ് ഓഫ് ചെയ്തു. ഇനി നേരെ ഗേറ്റിലോട്ട് പോവുക. ഗേറ്റ് 39 ഗൈസ്. എനിക്ക് ആക്ച്വലി ബിസിനസ് ക്ലാസ് കിട്ടി. എനിക്കറിയാം ബിസിനസ് ക്ലാസ് കിട്ടുമെന്ന്. പക്ഷേ ഇതൊരു 1 hour ഫ്ലൈറ്റാണ്. എയർ കാനഡ ജാസ് ഓപ്പറേറ്റഡ് ആയിട്ടുള്ള ചെറിയൊരു എയർക്രാഫ്റ്റ് CRJ 900 എന്ന് പറയും. അതുകൊണ്ട് ഇതിൻ്റെ ബിസിനസ് ക്ലാസ് എന്ന് പറഞ്ഞാൽ വലിയ സംഭവമൊന്നുമില്ല ഗൈസ്. ഇവിടെ ഒരു കിട്ടില്ല സ്ക്രീനുണ്ട് ഗൈസ്. എനിക്ക് വലിയ ഇഷ്ടമായതാണ്. ഇവർ ആഡ്സൊക്കെ ഇടും. അപ്പോൾ ഇത് വലിയ സംഭവമൊന്നുമില്ല. പക്ഷേ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്, ചൂട് ലെഗ് സ്പേസ് കാണും, അത്രയേ ഉള്ളൂ. പിന്നെ നമുക്ക് കാശ് മുടക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് ഫ്രീ ആയിട്ടൊരു ബിസിനസ് ക്ലാസ് ട്രാവൽ കിട്ടുന്നുണ്ട്. അതിൻ്റെ ഒരു സന്തോഷം ഇല്ലാതില്ല ഗൈസ്. നേരെ പോകുന്നു ഗേറ്റ് 39. ഇവിടെ നിന്നൊരു 1 hour 15 minutes 1 hour 20 minutes അങ്ങാണ്ടേ ഉള്ളൂ. പക്ഷേ അവിടെ അന്യ തണുപ്പാണ് ഗൈസ്. ഇവിടെ വാൻകൂവർ നമ്മൾ ഇതേവരെ സ്നോ കണ്ടില്ല. അവിടെ ഇന്ന് ഓൾറെഡി രാവിലെ സ്നോയിങ് ആണ്. -15 ടെമ്പറേച്ചറും കിടക്കുന്നത്. ഗൈസ് കാൽഗറി എനിക്ക് ചില്ലറ ആവശ്യങ്ങളുണ്ട്. ഈ ഇടയ്ക്ക് ഞാൻ പോകുന്നതാണ്. അപ്പോൾ അത് ഞാൻ അപ്ഡേറ്റ് ചെയ്യാൻ എന്തോ ആണെന്നുള്ളത് ഇനി അടുത്തുള്ള വീഡിയോസിലൊക്കെ ഞാൻ പറയാം. എൻ്റെ ഒരു കസിൻ അവിടെ ഉണ്ട്. അപ്പോൾ ആൾ വന്ന് തന്നെ പിക്ക് ചെയ്യും. യൂഷ്വലി ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ റെൻ്റക്കാറൊക്കെ എടുക്കുന്നത്. ഇന്ന് നമ്മുടെ ബ്രദറിന് ഓഫാണ്. അപ്പോൾ അവൻ വന്ന് തന്നെ പിക്ക് ചെയ്ത് ഒരു ദിവസം അവരുടെ കൂടെ നിന്നിട്ടേ വരത്തുള്ളൂ ഗൈസ്. അപ്പോൾ സെറ്റ്. നേരെ ലേറ്റ് ഒന്നുമല്ല. ഞാൻ യൂഷ്വലി ഒരു 45 minutes ഒക്കെ ഉള്ളപ്പോൾ എയർപോർട്ടിലോട്ട് വരാറുള്ളൂ. ബിക്കോസ് എനിക്ക് ചെക്കിനൊന്നും കാണത്തില്ല. പക്ഷേ ഇന്ന് ചെക്കിൻ ഉണ്ടായിരുന്നു. അതിലും ബാഗ് ചെക്കിൻ ചെയ്തു, ഡ്രോപ്പ് ഓഫ് ചെയ്തു. ഇനി നേരെ ഗേറ്റിലോട്ട്. കാൽഗറിക്ക് ഒരു ദിവസം 11 ഫ്ലൈറ്റ്സ് ഉണ്ട് ഗൈസ്. നമ്മുടെ ഫ്ലൈറ്റ് കഴിഞ്ഞാൽ ഉടനെ അടുത്ത ഫ്ലൈറ്റ് അടുത്ത ഗേറ്റിൽ നിന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഏതോ ഹോക്കി ടീമിൻ്റെ ആളുകളാണെന്ന് തോന്നുന്നു. അല്ല യൂണിഫോമിലൊക്കെ. സാധാരണ ഞാൻ ലാസ്റ്റ് പാസഞ്ചറായിട്ടാണ് ഗൈസ് ബോർഡ് ചെയ്യുന്നത്. ഇന്ന് ഞാൻ സെക്കൻഡ് പാസഞ്ചർ. ഒരാൾ നേരത്തെ കയറി. ഫ്ലൈറ്റ് വൈഡ് ഓപ്പണാണ്, പ്രത്യേകിച്ച് ബിസിനസ് ക്ലാസ്. അപ്പം നേരെ സീറ്റിലൊക്കെ ചെന്ന് സീറ്റിൻ്റെ ചെറിയ റിവ്യൂ ഒക്കെ എടുക്കാം. വലിയ സംഭവമൊന്നും അല്ലെങ്കിൽ ഒരു ബിസിനസ് ക്ലാസ് അല്ലേ ഗൈസ്. അങ്ങനെ ഗൈസ് ഒരു സിംഗിൾ സീറ്റാണ് ഇത്. ബിസിനസ് ക്ലാസ്സിൽ 1:2 റേഷ്യോയിലാണ് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ്. കുഴപ്പമില്ല, നല്ല കംഫർട്ടബിൾ സീറ്റാണ്. പിന്നെ വലിയ എയർക്രാഫ്റ്റ് ഒന്നുമല്ല. വന്നപ്പോഴേ ഒരു കുപ്പി വെള്ളം കൊടുത്താൽ പുഷ് ബാക്ക് ചെയ്ത് ഗൈസ്. ഈ വിൻഡോ ഭയങ്കര ഫോഗിയാണ്, അതുകൊണ്ടൊന്നും കാണത്തില്ല വെളിയിൽ. അതുകൊണ്ട് അത് ഞാൻ വെറുതെ കാണിച്ച് വെറുപ്പിക്കുന്നില്ല. ഫ്ലൈറ്റ് ടാക്സി ചെയ്ത് തുടങ്ങി ഗൈസ്. ആക്ച്വലി ഇപ്പോൾ ഈ വിൻ്റർ ആയതുകൊണ്ട് എല്ലാ എയർക്രാഫ്റ്റും ടേക്ക് ഓഫിന് തൊട്ട് മുമ്പായിട്ട് DIC ചെയ്തിട്ട് പോകത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടായിരിക്കും നേരത്തെ ഗേറ്റിൽ നിന്ന് വിട്ടത്. ഗേറ്റിൽ നിന്ന് വിട്ടിട്ട് ആ എയർക്രാഫ്റ്റ് ടേക്ക് ഓഫിൻ്റെ ആ റൺവേയുടെ അടുത്തായിട്ട് DICing ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഇവിടെ വന്നിരിക്കുക. അപ്പോൾ നമ്മുടെ ഫ്ലൈറ്റ് DIC ചെയ്ത് തുടങ്ങിയിട്ടില്ല. നമ്മുടെ ഫ്ലൈറ്റ് അതിൻ്റെ ടേണിന് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ് ഗൈസ്. ഞാൻ സീറ്റ് ചെറുതായിട്ടൊന്ന് സ്വിച്ച് ചെയ്ത്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 2 സീറ്റ്സാണ്. ഇവിടെ 2 സീറ്റ്സാണ്. ഞാൻ ചേഞ്ച് ചെയ്തത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ബെറ്റർ വ്യൂ ആണ്. സൺറൈസ് വ്യൂ കിട്ടുന്ന ഈ സൈഡിലാണ്.
അതുപോലെ നമ്മൾ ആൽബർട്ട BC ട്രാവൽ ചെയ്യുമ്പോഴേ റോക്കി വ്യൂ മൗണ്ടൻ്റെ കിട്ടിലും വ്യൂ ഒക്കെ കിട്ടും. പക്ഷേ ഇത് ഇച്ചിരി കൂടെ ഒന്ന് ഡേ ലൈറ്റ് കിട്ടിയാലേ നമുക്കത് പ്രോപ്പറായിട്ടൊന്ന് കാണാനൊക്കത്തുള്ളൂ. ബട്ട് സ്റ്റിൽ മാക്സിമം ഞാൻ കാണിച്ചു തരാം കേസ്. പിന്നെ ഈ എൻ്റെ മൈക്കൊന്നും ഇല്ല, അതുകൊണ്ട് ഞാൻ പറയുന്നതൊക്കെ എത്രത്തോളം ക്ലിയർ ആണെന്ന് അറിയത്തില്ല. എന്നാലും മാക്സിമം നമുക്ക് ട്രൈ ചെയ്യാം. പിന്നെ കേസ് ഇവിടെ ഒരു എയർ വെൻ്റ് ഉണ്ട്, 2 ലൈറ്റ്സ് ഉണ്ട്. പിന്നെന്താ ഇതിനകത്ത് പ്രത്യേകിച്ചൊന്നുമില്ല. സേഫ്റ്റി കാർഡ്, പിന്നെ പ്യൂക്ക് ബാഗ്, ഇത് രണ്ടും. പിന്നെ ഇതിൻ്റെ ട്രേ ടേബിൾ ഓപ്പൺ ചെയ്യുന്ന ഇങ്ങനെ. പിന്നെ ബിസിനസ് ക്ലാസ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല ലെഗ് സ്പേസ് ഉണ്ട്. ആ ഫ്രണ്ട് സീറ്റായിരുന്നു എനിക്ക് ആദ്യം കിട്ടിയത്. അവിടെ അത്യാവശ്യം നല്ല ലെഗ് സ്പേസ് ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ അവിടെ നിന്ന് മാറിയത് ബിക്കോസ് ആ വ്യൂ സെറ്റാകുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഇങ്ങോട്ട് വന്നു. ഈ കാണുന്നതൊക്കെ റോക്കി വ്യൂ മൗണ്ടൻസ് ആണ് ഗൈസ്. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ ഇത് ഡേ ലൈറ്റിലാണെന്നല്ല അത്ര പ്രോപ്പറായിട്ട് കാണത്തുള്ളൂ. ഇപ്പോൾ ഓൾറെഡി ഇതെല്ലാം വൈറ്റായിട്ടാണ് കിടക്കുന്നത്. പിന്നെ ഇവിടെ സൺറൈസ് വ്യൂവും കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ഈ സൈഡിലോട്ട് വന്നത്. നോക്കാം അടിപൊളി ഒരു സൺറൈസ് കിട്ടുമോ. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് ഗൈസ്, അതിന് കട്ട വെയിറ്റിംഗ് ആണ്. ബ്രേക്ക്ഫാസ്റ്റ് വന്നു. കട്ട്ലറീസ് ഉണ്ട്, ഓംലെറ്റ്, സോസേജ്, പിന്നെ പൊട്ടേറ്റോസ്, ഒരു ബ്രെഡുണ്ട്, കട്ട് ഫ്രൂട്ട്സ്, കോഫി ഞാൻ പറഞ്ഞ കേസ്. രാവിലെ നമ്മൾ ലിക്കറൊന്നും അടിച്ച് സെറ്റാകുന്ന ശരിയല്ല. അപ്പോൾ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ കേസ്. നല്ല വ്യൂ ഒന്നും കിട്ടി തുടങ്ങിയിട്ടില്ല, എന്നാലും ഒരല്പം ഡേ ലൈറ്റൊക്കെ കിട്ടി. സൺറൈസ് അങ്ങോട്ട് സെറ്റായിട്ടില്ല. കേസ് കിടിലം ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. നല്ല ചൂട് ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു കേസ്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു തീർത്തു. ഇച്ചിരി ഫ്രൂട്ട്സേ ഉള്ളൂ, അതും കഴിക്കണം. അങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മുടെ സൺറൈസ് സെറ്റായി വരുന്നുണ്ട് കേസ്. കിടിലം വ്യൂ. ഈ ഒരു വ്യൂ കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഈ സീറ്റിൽ വന്നിരുന്നത്. പിന്നെ ഈ വിൻഡോ ഒന്നും അത്ര പിന്നെ ഒരുപാട് ക്ലിയർ അല്ലാത്തതുകൊണ്ട് അത്ര നല്ല വിഷ്വൽസ് ഒന്നും നമുക്ക് കിട്ടാൻ ചാൻസ് ഇല്ല. എന്നാലും നോക്കട്ടെ. ചെറിയ മൗണ്ടൻ വ്യൂ എനിക്ക് കിട്ടുന്നുണ്ട്. അതാണ് റോക്കി വ്യൂ മൗണ്ടൻസ് എന്ന് പറയുന്നത്. ഫുൾ വൈറ്റ് ആണ്. അത് ക്യാമറയിൽ അത് എത്രത്തോളം വ്യക്തമാണെന്ന് എനിക്കറിയത്തില്ല. എന്നാലും ഇത് ഒരു സമ്മർ ടൈമിലൊക്കെ വരുന്നതാണ്. അടിപൊളിയാണ്, നല്ല വ്യൂ ആയത്. എനിവേസ് നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു ചെറിയ വ്യൂ കിട്ടി ഉള്ളതായിട്ട്. അത് ലാൻഡിങ് ടൈമിലായപ്പോഴത്തേക്കിനും ഇച്ചിരി കൂടെ ഒന്ന് നല്ല വ്യൂ കിട്ടി. പക്ഷേ ആ സൺറൈസ് പ്ലസ് ഈ ഒരു വ്യൂ ആണ് ഞാൻ ഉദ്ദേശിച്ചത്. കിട്ടിയില്ല ഗൈസ്. വാട്ട് എ ട്രാജഡി. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഗൈസ് ഈ കണ്ടില്ലേ, ലാൻഡൊക്കെ വെറുതെ കിടക്കുക. ഏക്കർ കണക്കിന് ലാൻഡുകൾ വെറുതെ കിടക്കുക. അതേസമയം വാൻകൂവറിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ നമുക്ക് കാണാനേ ഒക്കത്തില്ല, ഫുൾ ബിൽഡിങ്സാണ്. ഇവിടെ വേണേൽ ഒരു 100 ഏക്കർ 200 ഏക്കറൊക്കെ വിൽക്കാനിട്ടേക്കുന്നതായിട്ട് നമുക്ക് കാണാം. പക്ഷേ എങ്കിൽ ഇതിങ്ങനെ കിടക്കും. ഇത് പക്ഷേ ഒരുപാട് ഡെവലപ്പായി. ഇതിങ്ങനെ കാണുന്നുണ്ട് നമുക്ക്. പക്ഷേ നമ്മളൊക്കെ ഞാൻ ഫസ്റ്റ് വന്നത് കാൽഗറിയിലോട്ടാണ്, നാട്ടിൽ നിന്ന്. ആദ്യം വന്ന് 2 ഇയേഴ്സ് കാൽഗറിയിലുണ്ടായിരുന്നു. അന്നൊക്കെ അത് വെച്ച് നോക്കുമ്പോൾ തന്നെ കാൽഗറിക്ക് ഒത്തിരി ഡെവലപ്പായി. ഇപ്പോൾ ഒരുപാട് ആളുകൾ കാൽഗറി എഡ്മണ്ടനിലോട്ട് മൂവ് ആകുന്നുണ്ട്. ഇപ്പോൾ കാൽഗറിയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അൺഅഫോർഡബിൾ സ്ഥലമാണെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഒരു 7-8 ഇയേഴ്സ് ബാക്കൊക്കെ $200,000-300,000 വീട് കിട്ടുമായിരുന്നു. ഇപ്പോൾ 5+ ആയി ഗൈസ്. കാൽഗറിയൊക്കെ ഇപ്പോൾ വേറെ ലെവലായി. അതുകൊണ്ട് ഇപ്പോൾ ഇച്ചിരി കൂടി ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കിനും ഇവിടെ ഫുൾ ഹൗസസ്, വെയർ ഹൗസസ്, വീടുകൾ ഒത്തിരി കാണാനുണ്ട്. കണ്ടില്ലേ, അത് ആ ഒരു ഇച്ചിരി ഒരു സൗത്ത് ഈസ്റ്റ് സൈഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം ഒരുപാട് ഇങ്ങനെ ലാൻഡൊക്കെ വെറുതെ കിടപ്പുണ്ട്. നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നോർത്ത് ഈസ്റ്റ് സൈഡുകളിലും ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ ഇപ്പോൾ ഇവിടെയൊക്കെ ഒരുപാട് ഡെവലപ്മെൻറ്റായി, ഒരുപാട് കമ്മ്യൂണിറ്റിയൊക്കെ ബിൽഡ് ചെയ്ത്, ഒരുപാട് വീടൊക്കെ ബിൽഡായി. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഫുള്ള് വീടുകളും ഇതെല്ലാം വെയർ ഹൗസസും അങ്ങനത്തെ സെറ്റപ്പൊക്കെ എല്ലാം കാണാം നമുക്ക്.
അങ്ങനെ കേസ് നമ്മൾ കാൽഗറി ലാൻഡഡ്. നമ്മുടെ ചങ്ക് ബ്രോ ഇതുവരെ എത്തിയിട്ടില്ല, കാരണം പുള്ളി ഡ്രൈവിങ്ങിലാണ്. ഞാൻ പറഞ്ഞു പയ്യെ വന്നാൽ മതി, റോഡ്സൊക്കെ നല്ല സ്ലിപ്പറിയാണ്, വാൻകൂവർ പോലല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു പയ്യെ വന്നാൽ മതി, ഞാൻ ചെല്ലുന്ന ഇവിടെ വെയിറ്റ് ചെയ്തോളാം. എനിക്കതായാലും ബാഗേജൊക്കെ പിക്ക് ചെയ്യണം, അപ്പോഴത്തേനും ഒരു 20 മിനിറ്റ്സ് പോകും. പുള്ളി ഒരു 1 hour എടുക്കും ഇങ്ങനത്തെ. അപ്പോൾ വരട്ടെ, പയ്യെ മതി, തിരക്കില്ല. ഇനി കേസ് നമുക്ക് പോയി നമ്മുടെ ബാഗ് പിക്ക് ചെയ്യാം. വേറെ പരിപാടികളൊന്നുമില്ല. യൂഷ്വലി ഞാനങ്ങനെ ബാഗൊന്നും ചെക്ക് ഇൻ ചെയ്യുന്നതല്ല. ഒരു ബാഗ് ഞാനങ്ങ് ചെക്ക് ഇൻ ചെയ്തു. അതൊരു വിധത്തിൽ നന്നായി, കാരണം ജിതിൻ ബ്രോ വരണമെങ്കിൽ ഇനി 1 hour എടുക്കുക. അത്രയും സമയം കൂടെ നമുക്ക് അല്ലേ പിന്നെ ഇറങ്ങി നേരെ അങ്ങ് ഇറങ്ങുക എന്നുള്ളതേ ഉള്ളൂ. നോക്കട്ടെ കേസ്, എനിക്ക് ഇവിടുത്തെ പബ്ലിക് ട്രാൻസിറ്റ് ഒന്ന് എടുത്താൽ കൊള്ളാമെന്നുണ്ട്. അങ്ങനെയാണ് ജിതിൻ ബ്രോയെ നമ്മൾ വെറുതെ എയർപോർട്ട് വരെ വരുത്തണ്ട. അതിന് മുമ്പ് എവിടെയെങ്കിലും ഇവിടെ ആക്ച്വലി എനിക്ക് തോന്നുന്നു പബ്ലിക് ട്രാൻസിറ്റ് ഫ്രീയാണ്. അപ്പോൾ അതൊന്നും ചെക്ക് ചെയ്യാമല്ലോ. അപ്പോൾ ആദ്യം നമുക്ക് ബാഗ് പിക്ക് ചെയ്യാം. ആക്ച്വലി ഇതൊരു പഴയ എയർപോർട്ടാണ്. ഇപ്പോൾ ഇതിൻ്റെ ഒരു പുതിയ ടെർമിനൽ പണിതിട്ടുണ്ട്. അതൊരു സെപ്പറേറ്റ് ടെർമിനലായിട്ടല്ല, എനിക്ക് തോന്നുന്നു ഇൻ്റർനാഷണൽ സൈഡ് ഇച്ചിരി എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ വന്ന ഫ്ലൈറ്റിൽ കൂടുതലൊരു ഹോക്കി ടീം ഉണ്ടായിരുന്നു കേസ്. അവരാണ് ഈ ജേഴ്സിയൊക്കെ ഇട്ട് നിൽക്കുന്നത്, അവരെ യൂണിഫോമൊക്കെ ഇട്ട് സെറ്റായിട്ട് നിൽക്കുന്നത്. നമ്മുടെ ബാഗ് ക്യാരസലിലുണ്ട്, ഞാൻ കണ്ടത് ഓൾറെഡി. എന്തോ ആ ചുമന്ന ബാഗ്, അതെൻ്റെ ബാഗാണ് കേസ്. പ്രയോറിറ്റി ടാഗൊക്കെ ഉണ്ട്. നമ്മുടെ ബാഗ് ആദ്യം വന്നു. യെസ്, താങ്ക്സ് ടു എയർ കാനഡ. എയർ കാനഡ പൊളിയാണ് കേസ്. എയർ കാനഡയെ പറ്റി നെഗറ്റീവ് അടിക്കുന്നവർക്കെല്ലാം നമ്മൾ അങ്ങനെയുള്ള നെഗറ്റീവ് പൊളികളോടെല്ലാം ഒരു വലിയൊരു മറുപടിയായിട്ട് എൻ്റെ ബാഗ് ആദ്യം വന്നു കേസ്. ഇവിടെ തിരക്കിയപ്പോഴാണ് കേസ്. ഇവിടെ പബ്ലിക് ട്രാൻസിറ്റ് ഉണ്ട്, ബസ് മാത്രമേ ഉള്ളൂ. ട്രെയിൻ എയർപോർട്ടിലോട്ട് ആയിട്ടില്ല, അത്ര അഡ്വാൻസ്ഡ് ആയിട്ടില്ല. നോക്കട്ടെ, ബസ് എടുത്ത് ഞാനിപ്പോൾ എങ്ങോട്ടാണ് പോകണ്ടേ? അല്ലെ പിന്നെ ജിതിൻ ബ്രോഡ് ഇങ്ങോട്ട് വരാൻ പറയാം. കാരണം ഞാൻ വെളിയിൽ മുടിഞ്ഞ നടപ്പാണ് കേസ്. നമുക്ക് വെളിയിൽ ഇറങ്ങി നിൽക്കാൻ പറ്റില്ല. എൻ്റെ അങ്ങനെ വലിയ ജാക്കറ്റൊന്നും അല്ല, അങ്ങനെ വലിയ -20 പിടിച്ചു നിർത്താൻ പറ്റ രീതിയിലുള്ള ജാക്കറ്റൊന്നും അല്ല ഞാൻ ഇട്ടേക്കുന്നത്. അതുകൊണ്ട് വെറുതെ വെളിയിൽ ഇരുന്ന് വെറുതെ സ്നോ അടിച്ച് ആ വള്ളിയോട് എടുത്ത് തലയോ വെക്കണ്ട, അകത്തെങ്ങാനും സെറ്റായിട്ടിരിക്കാം. ജിതിൻ ബ്രോ വന്നോട്ടെ, പയ്യെ വന്നാൽ മതി. അപ്പോഴത്തേനും എനിക്ക് ഇപ്പോഴത്തെ വീഡിയോ ഒക്കെ ചെറുതായിട്ട് എഡിറ്റ് ചെയ്ത് വെക്കാം. ഈ വീഡിയോ നമുക്കങ്ങ് ജിതിൻ ബ്രോയുടെ വീട്ടിൽ ചെന്നിട്ട് എൻഡ് ചെയ്യാം ഗൈസ്. ലോങ് വീഡിയോ ആയിരിക്കും, ചിലപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ലോങ് വീഡിയോ ആയിരിക്കും. വൈബ് കേസ്. അങ്ങനെ ഞാനിവിടെ വെയിറ്റിംഗ് ആണ്. ഞാൻ ജിതിൻ ബ്രോയോട് പറഞ്ഞു പയ്യെ വന്നാൽ മതി എന്ന് പറഞ്ഞു. ഭയങ്കര സ്ലിപ്പറിയാ കേസ് റോഡ്സൊക്കെ. ജിതിൻ ബ്രോയുടെ 2 പിള്ളേരുണ്ട് കേസ്, ജെയ്ക്ക് ആൻഡ് ജെയ്ഡൻ. എൻ്റെ കട്ട ഫാൻസാണെന്നാണ് പറയുന്നത്. എന്തായാലും ചോദിച്ചു നോക്കാം, കാരണം എനിക്കിതേവരെ ഫാൻസ് ഒന്നും ഉണ്ടായിട്ടില്ല കേസ്. ചിലപ്പോൾ ഒരു ചരിത്രമായിരിക്കും ഗൈസ്. ജിതിൻ ബ്രോ വരാൻ എനിക്ക് താമസിച്ചുകൊണ്ട് ഞാനൊരല്പം നടന്നു. ഇവിടെ നിന്ന് ഗൈസ് നമ്മുടെ ക്യാൻമോർ ബാൻഫിലോട്ടുള്ള ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസിലോട്ടുള്ള ബസ്സൊക്കെ ഉണ്ട്. ആക്ച്വലി അതൊരു നല്ല പരിപാടിയാണ്. നമ്മുടെ വാൻകൂവറിലും ഉണ്ട് അവിടെ നിന്ന് ഡയറക്റ്റ് വിസ്ലർ അങ്ങനെയുള്ള സ്ഥലത്തോട്ടൊക്കെ. പിന്നെ റെൻ്റക്കാറൊക്കെ മറ്റേ സൈഡിലാണ്. ഇവിടുന്ന് ആക്ച്വലി ബസ് ട്രാൻസിറ്റ് ട്രെയിൻ ഇല്ലെന്നേ ഉള്ളൂ ഗൈസ്. ഇവിടുന്ന് ബസ്സുണ്ട്. ബസ് നമുക്ക് ഇവിടുന്ന് ടിക്കറ്റ് എടുക്കാം, ട്രാൻസിറ്റ് ടിക്കറ്റ്സ് എടുക്കാം. ഇവിടെ നമ്പർ 1 എക്സിറ്റിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ബസ് അതുകൊണ്ട് ഇവിടെ ബസ്സുണ്ട് ഗൈസ്. അതുകൊണ്ട് ബസ് വരുന്നുണ്ട്. ബസ് ടാക്സീസ് എല്ലാം ഇവിടെ കിട്ടും, സെറ്റ്. ആക്ച്വലി ട്രെയിൻ ഇല്ലെങ്കിലും കൺവീനിയൻ്റ് ആണ്. ഇത് വലിയ ക്രൗഡൊന്നും ഇല്ലല്ലോ ഇവിടെ. ചിലപ്പോൾ കുറച്ചുകൂടെ കഴിയുമ്പോൾ ക്രൗഡ് വരുമായിരിക്കും, ഒരു ഉച്ചയായി കഴിയുമ്പോഴത്തേക്കിനും. ഇപ്പോൾ വലിയ കുഴപ്പമില്ല, ഇപ്പോൾ സെറ്റാണ് ഗൈസ്. ജിതിൻ ബ്രോ എത്തി എന്നെ 2-3 പ്രാവശ്യം വിളിച്ച് ഗൈസ്. ആക്ച്വലി എൻ്റെ ഫോൺ എപ്പോഴും സൈലൻ്റാണ്. അപ്പോൾ ജിതിൻ ബ്രോ എത്തി, അവിടെ വെയിറ്റ് ചെയ്ത് ഇപ്പോൾ കട്ട വെയിറ്റിംഗ് ഗൈസ്. നമുക്കിനി പോയി ജിതിൻ ബ്രോയെ മീറ്റ് ചെയ്യാം. ജിതിൻ ബ്രോയെ പരിചയപ്പെടുക എന്നുള്ളത് നമ്മുടെ ലിസണേഴ്സിനെല്ലാം ഭയങ്കര ഒരു സംഭവമായിരിക്കും ഗൈസ്. നമ്പർ 5 നിൽപ്പുണ്ടെന്ന് പറഞ്ഞ ഗൈസ്. പിന്നെ 5 എക്സിറ്റിൽ കൊണ്ട് അവിടെ RAV4 കിടപ്പുണ്ട്. അത് കണ്ടിട്ട് ജിതിൻ ബ്രോയുടെ വണ്ടിയാണോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. അത് ജിതിൻ ബ്രോ വണ്ടി. അത് നമുക്ക് ലഗേജ് അങ്ങോട്ട് കയറ്റാം. ജിതിൻ ബ്രോ ഗൈസ്, ജെയ്ഡൻ ബ്രോ നമ്മുടെ കട്ട ഫാനാണ്. ജെയ്ഡൻ ബ്രോ വാട്ട്സ് അപ്പ്? യോ വാട്ട്സ് അപ്പ് യോ? ഗൈസ്, അങ്ങനെ നമ്മുടെ കാൽഗറിലെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഗൈസ്. നേരെ നമ്മൾ പോവാണ് ജിതിൻ ബ്രോയുടെ ഹാനയിലുണ്ട്. ജിതിൻ ബ്രോ ഓണല്ലേ? ജിതിൻ ബ്രോ നമ്മുടെ കട്ട ഫാൻ ഉണ്ട് ഇതിനകത്ത് വണ്ടിക്കകത്ത്. ഞാൻ കാണിച്ചു തരാം ഗൈസ്. ജെയ്ഡൻ ബ്രോ വാട്ട്സ് അപ്പ്? Yes bro, like, share and subscribe. Okay. No, like, share and subscribe. Who is your favorite YouTuber? You. What's my channel?
ചാനലിന്റെ പേര് പോലും അറിയത്തില്ലേ ഇവനെന്റെ കട്ട ഫാനാന്നാ പറയുന്നത്. അപ്പൊ ഞാൻ പോട്ടണേ എടാ വാൻകൂവർ ഇവിടെ ഫ്ലൈറ്റ് കയറി ഇവിടോട്ട് വന്നത് ഞാൻ പോട്ടണ. റോവിക്ക ടെക്കിടാ ബ്രോ, റോവിക്ക ടെക്കി അറ്റ്ലീസ്റ്റ് പറോ. ഞങ്ങളിപ്പോ പൊക്കോണ്ടിരിക്കുകയാണ് ഹാനയിലോട്ട്. കാൽഗറി ടു ഹാന 2 hours ഡ്രൈവ് ഉണ്ട്. ഇനി നമുക്കൊരു 1 hour ഡ്രൈവേ ഉള്ളൂ. പക്ഷേ വലിയ ട്രാഫിക് ഒന്നും ഇല്ല ഗൈസ്. പക്ഷെ നല്ല അങ്ങോട്ട് പോകുന്നതോറും തണുപ്പ് കൂടുന്നുണ്ട്. അതുപോലെ കാൽഗറി ഞാൻ വലിയ സ്നോ ഒന്നും കണ്ടില്ല. പക്ഷെ ഇവിടെ ഇങ്ങോട്ട് വരുന്നതോറും സ്നോ കൂടുന്നുണ്ട് ഗൈസ്. ജിതിൻബ്രോ കട്ട ഡ്രൈവിംഗ് ആണ് ഗൈസ്. ജിതിൻബ്രോ ഡ്രൈവിംഗിൽ ജിതിൻബ്രോ വല്ല വേറെ ആളില്ല. ഷൂമാക്കർ. ജിതിൻബ്രോ വാട്ട്സ് അപ്പ്? It's good, bro. All right, bro. He's my fan. എന്റെ ഫാനാണ്. Who's your favorite YouTuber, bro? ടർക്കി. ചാനലിന്റെ പേര് ചെറുതായിട്ട് പരിഷ്കരിച്ചു ഗൈസ്. റോവിക്ക ടെക്കി എന്നുള്ള മാറ്റി റോവിക്ക ടർക്കി. നിങ്ങൾ മാറ്റാൻ നിൽക്കണ്ട ഗൈസ്. അപ്പോൾ നമ്മൾ നേരെ പോകുന്നു ഗൈസ്. ഹാനയുടെ വീഡിയോ ഇന്നവരെ ഒരാളും ചെയ്തിട്ടില്ല. ഫസ്റ്റ് യൂട്യൂബർ ഇൻ ദ വേൾഡ് ഹു ഇസ് ഡൂയിങ് ഹാനാസ് റിവ്യൂ ആൻഡ് ദ ഹോൾ ടൗൺഷിപ്പ് ടൂർ ഗൈസ്. വേറെ തന്നെ വൈബ് ഗൈസ്. അങ്ങനെ നമ്മൾ ഹാനയിലോട്ട് എൻ്റർ ചെയ്തു. ഹാനയിലോട്ട് 1 kilometer ഉള്ളൂ ഗൈസ്. അങ്ങനെ ഒരു 2 hours ഡ്രൈവ് എന്ന് പറഞ്ഞാൽ ഒരു മടുപ്പും ഇല്ലായിരുന്നു ഗൈസ്. ഞങ്ങൾ വിട്ടിങ്ങി പോരുമായിരുന്നു. ക്രൂസ് കൺട്രോൾ ഇട്ട് ജിതിൻബ്രോ അലക്കുമായിരുന്നു ഗൈസ്. ബ്രോ അങ്ങനെ നമ്മൾ ഹാനയിലൊത്ത് എത്തി. ഇത് അങ്ങ് ദൂരെ കാണുന്നതാണ് ഹാന എന്ന് പറയുന്ന ടൗൺ ഗൈസ്. ഹാന ടൗൺഷിപ്പ്. നമ്മൾ നേരെ അങ്ങോട്ട് ചെല്ലുന്നു. ഹാനയിൽ ചെന്നിട്ടുള്ള പരിപാടികൾ. എന്നിട്ട് നമ്മളിവിടെ വെൽക്കം ടു ഹാന എന്നൊക്കെ എഴുതിയിട്ടുണ്ട് ഗൈസ്. സെറ്റ് ചെയ്യാം. കണ്ടോ ഫുള്ള് സ്നോ ആണ് ഗൈസ്. വൈബാണ്. Welcome to Hana, town of Hana. Proud to be the home of Nickelback. പൊളിയാന്നല്ലോ. അങ്ങനെ നമ്മൾ ഹാനയിലെത്തി ഗൈസ്. ഫൈനലി ഗൈസ് ഫസ്റ്റ് യൂട്യൂബർ ഹാന വ്ളോഗ് ചെയ്യുന്ന ഫസ്റ്റ് യൂട്യൂബർ ഗൈസ്. അത് ഞാനാണ് ഗൈസ്. ബ്രോ ഫസ്റ്റ് യൂട്യൂബർ വ്ളോഗിങ് ഹാന. ഇത് ബ്രോ ആണല്ലേ ഗൈസ്. ഇത് നമ്മൾ ഈ വീഡിയോ നമുക്ക് എടുക്കാനുള്ള ഫുൾ സപ്പോർട്ട് തന്നിരിക്കുന്നത് ജിതിൻബ്രോ ആണ്. ജിതിൻബ്രോ ആണ് നമുക്ക് ഫുൾ സപ്പോർട്ട് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരെ ഹാനയിലോട്ട് പോകുന്ന ഗൈസ്. ഹാന ഫുള്ള് നമ്മൾ കവർ ചെയ്യുന്ന നാളെയായിട്ട്. ജിതിൻബ്രോയുടെ വീട്ടിൽ ചെന്നിട്ട് നമുക്ക് ഈ വീഡിയോ എൻഡ് ചെയ്യാം. ഗൈസ് ഇത് ആക്ച്വലി നല്ലൊരു ടൗൺ ആണ് ഗൈസ്. ഇവിടെ ഗ്യാസിന്റെ വില 137 ആണ്. കാൽഗറി കോസ്കോയിൽ പോലും 149 ആണ് ഗൈസ്. ആക്ച്വലി നല്ല അഫോർഡബിൾ ആയിട്ട് ജീവിക്കാൻ ഒക്കുന്ന ഒരു സ്ഥലമാണെന്ന് എനിക്ക് കണ്ടിടത്തോളം മനസ്സിലായത്. പിന്നെ ഒരു ഇച്ചിരി എന്താ പറഞ്ഞു ഇച്ചിരി ഒരു റൂറൽ ഏരിയയാണ്. പക്ഷേ സ്റ്റിൽ ഒരു കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ളൊരു നെയ്ബർഹുഡായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ 2 ദിവസം ഫുൾ എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ് ഗൈസ്. അങ്ങനെ നമ്മൾ ജിതിൻബ്രോയുടെ വീടിന് ഏതാണ്ട് അടുത്തെത്തി. ഇനി 2 minutes കൂടെ കാണിക്കുന്നുള്ളൂ. സെറ്റാണ് ഗൈസ്. അതെന്ത് ബ്രോ ഹോസ്പിറ്റലാണോ? ലോഡ്ജാ? അത് ലോഡ്ജാണ് ഗൈസ്. സീനിയേഴ്സ് ലോഡ്ജ്. ഇത് സീനിയർ സിറ്റിസൺസിന് മാത്രമായിട്ട് താമസിക്കുന്ന ലോഡ്ജ്. അങ്ങനത്തെ സെറ്റപ്പ് ഒക്കെ ഉണ്ട് ഗൈസ്. എന്തായാലും സെറ്റാണ്. ഇവിടോട്ട് വന്നപ്പോഴേക്കും സ്നോയുടെ കൗണ്ട് ഇച്ചിരി കൂടിയിട്ടുണ്ട് ഗൈസ്. വൈബാണ് ഗൈസ്. വൈബ്. ബ്രോ ഹൗ ആർ യു? What do you want to say? We reached to Hana. Now we're going to have some fun playing Roblox. And what do you have something to say about Hana? How's Hana? Good. Yes, he likes Hana guys. Okay, അങ്ങനെ നമ്മൾ ജിതിൻബ്രോയുടെ വീടിൻ്റെ ഏതാണ്ട് അടുത്തെത്തി. വീട് കാണിക്കുന്നത് നമ്മളിന്ന് സ്റ്റോപ്പ് ചെയ്യുന്ന കേസ്. അത് കഴിഞ്ഞ് ഇന്ന് കുറേ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ജിതിൻബ്രോയുടെ വേറൊരു വ്ളോഗ് ഞാൻ ചെയ്യുന്നുണ്ട് കേസ്. ജിതിൻബ്രോ ഇപ്പോൾ ഒന്നും വേണ്ട, തൽക്കാലം ഞാൻ തന്നെ വ്ളോഗ് ചെയ്തോളാം. ഇത് ഇവരുടെ ജെയ്ക്ക് ആൻഡ് ജെയ്ഡ് എൻ്റെ ചങ്ക് ഫാൻസിൻ്റെ ജെയ്ക്ക് ആൻഡ് ജെയ്ഡിൻ്റെ സ്കൂളാണ് ഗൈസ്. ആ കാണുന്നത്. അതൊക്കെ നമുക്ക് നാളെ ഫുള്ളായിട്ട് കാണിക്കാം. സെറ്റാണ് ഗൈസ്. സെറ്റ് ഗൈസ്. എനിക്ക് എൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻ ഓഫ് ഹാന കിടുവാണ് ഗൈസ്. കിടുവാണ് ഹാന. ആൻഡ് ഇതൊരു ചേർച്ചാണ്. എല്ലാം അടിപൊളിയാണ്. എല്ലാ സംഭവങ്ങളും ഉണ്ട്. സെന്റ് ജോർജ് കാത്തലിക് ചർച്ച് കിടുവാണ്. എനിക്ക് ഫസ്റ്റ് ഇംപ്രഷൻ ഹാന വേറെ ലെവലാണ് ഗൈസ്. ഫോർ സെയിൽ ഗൈസ്. രണ്ട് ഒരു വാൻ ഫോർ സെയിൽ എടുത്താലോ? എടുത്ത് നമുക്ക് നമ്മുടെ റോയിക്കട്ടേക്കിയുടെ വണ്ടി ആക്കിയാൽ ഫുള്ള് നമ്മുടെ ആടൊക്കെ വെച്ചിട്ട് റോയിക്കട്ടേക്ക് ഞാൻ ഇങ്ങനെ നിൽക്കുന്നൊരു പടമൊക്കെ വെച്ചിട്ട് സെറ്റ്. അപ്പോൾ ഗൈസ് നമ്മളിനി നേരെ ജിതിൻബ്രോയുടെ വീട്ടിലോട്ട് പോവുകയാണ്. ഇന്ന് നമ്മൾ ഇവിടുന്ന് ഹോസ്റ്റ് ചെയ്യുന്ന ജിതിൻബ്രോ ആയിരിക്കും ഗൈസ്. നമുക്ക് കാൽഗറിൽ ഒരു ഇച്ചിരി പരിപാടി ഉണ്ടായിരുന്നു. അതെല്ലാം നമ്മൾ തീർത്തു. അത് കഴിഞ്ഞ് നമ്മൾ ഇന്ന് വന്നു. നാളെ ഇനി പിന്നെ നമുക്ക് കാൽഗറി പോകണം. എനിവേസ് ഇവിടെ ഒരു വീടൊക്കെ വിൽക്കാനിട്ടിരിക്കുന്നത് ഗൈസ്. ഫോർ സെയിൽ
ബ്രോ ഇത് എത്ര ലിസ്റ്റ് ചെയ്തേക്കുന്ന നല്ല ഐഡിയ ഉണ്ട്? $140,000 ഒരു വീട് കിട്ടും കേസ്, വിത്ത് ഒരു 20,000 ലോട്ടിലുള്ള ഒരു ലോട്ടും കൂടെ ചേർന്നിട്ടൊരു വീട്. അതൊന്നും നമുക്ക് വാൻകൂവർ അല്ലെ കാൽഗറി പോലും അതൊന്നും സ്വപ്നം കാണാൻ ഒക്കത്തില്ല. $140,000 ഫുൾ വീട് ലെവൽ സെറ്റാണ് കേസ്. ഇവിടെയൊക്കെ എനിക്ക് തോന്നുന്നു ശരിക്കും പറഞ്ഞാൽ റെന്റ് ചെയ്യുന്നതിലും ഭയങ്കര ലാഭം വാങ്ങുന്നതായിരിക്കും അല്ലേ ബ്രോ? സെറ്റാണ് കേസ്. ഹാന പൊളിയാണ്. ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ. ഇതാണ് കേസ് ജിതിൻ ബ്രോയുടെ വീട്. സെറ്റ്. നമ്മളെന്നാൽ പിന്നെ ഇറങ്ങി ഇവിടെ വെളിയിലോട്ട് നിന്ന് നമുക്ക് ഈ വ്ളോഗ് അങ്ങ് എൻഡ് ചെയ്യാം കേസ്. ഓപ്പൺ ദ ഡോർ ഫോർ യു. അങ്ങനെ കേസ് നമ്മളിവിടെ എത്തി, സെറ്റായി. ഹാന പൊളിയാണ് കേസ്. വൈറ്റ് ആയതുകൊണ്ട് നമ്മൾ ഏത് പിക്ചർ എടുത്താലും നല്ല കിടിലം ബാക്ക്ഗ്രൗണ്ടിലാണ് കിട്ടുന്നത്. അപ്പോൾ ജിതിൻ ബ്രോ നമുക്ക് ഇതങ്ങ് എൻഡ് ചെയ്തേക്കാം അല്ലേ? അപ്പോൾ അപ്പോൾ കേസ് നമ്മൾ എൻഡ് ചെയ്യുകയാണ്. ഇനി നമ്മൾ ജിതിൻ ബ്രോയുടെ വീടും ഹാനയുടെ ഫുൾ ടൂറിങ്ങും ഒക്കെ ആയിട്ട് 2 ദിവസം നമ്മളിവിടെ ഉണ്ട്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. കീപ് സപ്പോർട്ടിങ് റോബിക ടെക്.